ഇന്നത്തെ ഇഫ്താർ കിച്ചണിൽ മലബാറിന്റെ അഭിമാന വിഭവമായ അൽസയാണ്. ഷഹി ഫുഡ്സ് ആൻഡ് സ്പൈസസിന്റെ ഗോതമ്പും കോക്കനട്ട് പേസ്റ്റും ഉപയോഗിച്ച് രുചികരമായ വിഭവം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. Shahi Foods and Spices presents Iftar Kitchen, an initiative by Gulf Madimum and Me Friend. 6 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുത്ത ഗോതമ്പിലേക്ക് മാംസവും മുഴുവൻ മസാലകളും ചേർത്ത് ഒന്നിച്ച് വേവിച്ചെടുത്താണ് അൽസ തയ്യാറാക്കുന്നത്. അൽസയ്ക്ക് വേണ്ടി ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള ചിക്കൻ എടുത്താൽ സ്വാദ് കൂടുതലാണ്. നല്ല പോലെ വെന്ത ശേഷം ചിക്കനിൽ നിന്നും എല്ലും മസാലകളും നീക്കി ഉടച്ചെടുത്ത് ചെറിയ തീയിൽ വേവിക്കാൻ വെക്കണം. സമയമെടുത്തുള്ള ഈ പാചക രീതിയാണ് അൽസയുടെ തനതായ രുചി. വെന്തു കുറുകി വരുമ്പോൾ ഷഹിയുടെ കോക്കനട്ട് പേസ്റ്റ് വെള്ളത്തിൽ യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ ചെറിയ മധുരമുള്ള അൽസയിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ചേർത്ത് അലങ്കരിച്ച് നെയ്യ് തൂകി വിളമ്പാം. ചൂടോടെ ഇഫ്താർ മേശയിലേക്ക് എത്തുന്ന അൽസ രുചിയും ഒപ്പം ആരോഗ്യപ്രദവുമാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.